സംസ്ഥാനത്തെ ആദ്യ ജയിൽ സത്യപ്രതിജ്ഞയ്ക്ക് ഹൈക്കോടതി അനുമതി നൽകി. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതൻ നാളെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യും. നാളെ രാവിലെ 11-ന് ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്ക് സൗകര്യമൊരുക്കാൻ കോടതി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സുഗതന്റെ സത്യപ്രതിജ്ഞ തിരുവനന്തപുരത്ത് നാണക്കേടെന്ന് കെ.എസ്. ശബരിനാഥൻ പ്രതികരിച്ചു. ഇന്ന് തന്നെ വിയ്യൂരിലേക്ക് പോകുമെന്നും നാളെ കോടതി പറഞ്ഞ സമയത്ത് തന്നെ സത്യപ്രതിജ്ഞ നടത്തുമെന്നും മേയർ വി. രാജേഷ് പറഞ്ഞു. ദേവീദേവന്മാരുടെ നാമത്തിൽ ചട്ടവിരുദ്ധമായി സത്യപ്രതിജ്ഞ ചെയ്തതിന് കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാരിൽ ഒരാളാണ് ആർ. സുഗതൻ. വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആർ. സുഗതനെ കാപ്പ നിയമം ചുമത്തി നാടുകടത്തി വിയ്യൂർ സെൻട്രൽ ജയിലിൽ അടച്ചിരിക്കുകയാണ്. വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായ സുഗതൻ കഴിഞ്ഞ ജൂൺ 9 മുതൽ ജയിലിലാണ്. അതുകൊണ്ട് നിയമപ്രകാരം പിന്നീട് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സുഗതന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ നെടുമങ്ങാട് കോടതി 2 കേസുകളിൽ സുഗതന് ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. എന്നാൽ കാപ്പ കേസിൽ നിന്ന് ജയിൽ മോചിതനായാൽ മാത്രമേ ഇടക്കാല ജാമ്യം ബാധകമാകൂ എന്ന് കോടതി അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് ജയിൽ മോചനം തേടി സുഗതൻ ഹൈക്കോടതിയെ സമീപിച്ചത്. കാപ്പ പ്രകാരം കരുതൽ തടങ്കലിൽ കഴിയുന്നതിനാൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ സുഗതന് പുറത്തിറങ്ങാൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞു. എന്നാൽ ജനവിധി മാനിക്കപ്പെടണമെന്നും ജനാധിപത്യ പ്രക്രിയ തടസ്സപ്പെടരുത് എന്നും ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. നാളെ രാവിലെ 11 മണിക്ക് വിയ്യൂർ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്താനാണ് കോടതിയുടെ നിർദ്ദേശം. തിരുവനന്തപുരം മേയർക്കും മറ്റുദ്യോഗസ്ഥർക്കും ചടങ്ങിനായി ജയിലിനുള്ളിൽ പ്രവേശിക്കാം. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായതുകൊണ്ട് അംഗീകൃത മാധ്യമ പ്രവർത്തകർക്കും ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാൻ അനുവാദം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. ജനവിധി അട്ടിമറിക്കപ്പെടാതിരിക്കാൻ അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ തീരുമാനങ്ങൾ വേണ്ടിവരും. ഭരണഘടനാപരമാണ് ഈ ഉത്തരവെന്ന് കോടതി പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് 288 കിലോമീറ്റർ അകലെ ജയിലിൽ നടക്കുന്ന സുഗതന്റെ സത്യപ്രതിജ്ഞ നാടിന് നാണക്കേടെന്ന് തിരുവനന്തപുരം നഗരസഭയിലെ കോൺഗ്രസ് കക്ഷി നേതാവ് കെ.എസ്. ശബരിനാഥൻ. സുഗതന്റെ അയോഗ്യത കൗൺസിൽ കൂടുമ്പോൾ നിയമപരമായി തന്നെ ചർച്ച ചെയ്യും. നാളെ കോടതി പറഞ്ഞ സമയത്ത് തന്നെ സത്യപ്രതിജ്ഞ നടത്തുമെന്ന് മേയർ വി. രാജേഷ് പ്രതികരിച്ചു. കോടതിയുടെ വിധിയെ മാനിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ഇന്നു തന്നെ വിയ്യൂരിലേക്ക് തിരിക്കും. ഇത്തരത്തിൽ കൗൺസിലർ സ്ഥാനം സംരക്ഷിക്കപ്പെടണം, ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന് ബഹുമാനപ്പെട്ട കോടതികളൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ വിധികളൊക്കെ വരുന്നത്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയാണ്. അയോഗ്യതയൊന്നും ആർക്കും വരാം. 101 കൗൺസിലർമാരിൽ ആർക്കും തന്നെ ഈ 5 വർഷം ഒരു അയോഗ്യതയും വരാൻ പോകുന്നു. സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ബി.ജെ.പിക്ക് നാണക്കേടല്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇതൊക്കെ രാഷ്ട്രീയത്തിലുള്ളതാണ് എന്ന് മറുപടി. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഭരണരംഗത്തും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കോടതികളൊക്കെ പറയുന്ന നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ വിധികൾ അതിനനുസരിച്ചാണ് ഭരണസമിതി പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് തയ്യാറാണ്. വളഞ്ഞിട്ട് ആക്രമിക്കലായൊന്നും കേസിനെ കാണുന്നില്ല. സുഗതനെ ഇനിയും സംരക്ഷിക്കുമോ എന്ന ചോദ്യത്തിന് സുഗതനെ മാത്രമല്ല എല്ലാ കൗൺസിലർമാരെയും സംരക്ഷിക്കുമെന്ന് മേയറുടെ മറുപടി. ന്യൂസ് മലയാളം, കൊച്ചി, തിരുവനന്തപുരം.